രോഹിത് ഒന്നാം സ്ഥാനം നിലനിർത്തിയപ്പോൾ വിരാട് കോഹ്ലി 2 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 2ാം സ്ഥാനത്തെത്തി. ഖിലാഫ് അഹമ്മദാണ് ചേരുന്നത്. ഖിലാഫ് വിരമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വിമർശകർ ഇനി എന്തായിരിക്കും പറയാൻ പോകുന്നത്? തീർച്ചയായും ലക്ഷ്മി പത്മ നമുക്കറിയാവുന്നത് തന്നെയാണ്. ഏക ഫോർമാറ്റിലാണ് രോഹിത്തും അതേപോലെ തന്നെ കോഹ്ലിയും കളിക്കുന്നത്. അപ്പോൾ തന്നെ വിമർശകരുടെ വായടുപ്പിക്കുന്ന പ്രകടനമാണ് ഈ ദക്ഷിണാഫ്രിക്ക പരമ്പരയും അതിനു മുൻപ് ഉണ്ടായിരുന്ന ഓസ്ട്രേലിയൻ പരമ്പരയിലും ഇരു സീനിയർ വെറ്ററൻ താരങ്ങളായിട്ടുള്ള കോഹ്ലിയും രോഹിത്തും കാഴ്ചവെച്ചത്. കൂടാതെ ഓസ്ട്രേലിയയിൽ ആയിരുന്നപ്പോൾ രോഹിത് ശർമ്മ പരമ്പരയിലെ താരമായപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന മത്സരത്തിൽ കോഹ്ലിയാണ് ആ ഒരു പരമ്പരയിലെ താരമായി മാറിയത്. ഈ ഒരു മത്സരത്തിലേക്ക്, അതായത് ഈ ഒരു റാങ്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ 2 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ കോഹ്ലി 2ാം സ്ഥാനത്തേക്ക് എത്തി എന്നത് തന്നെയാണ് വലിയ നേട്ടം. നമുക്കറിയാം, റോക്കോ എന്ന് വിളിപ്പേരുള്ള ഇരു താരങ്ങളും ആദ്യ 2 സ്ഥാനങ്ങൾ സ്ഥാനത്തേക്ക് വരുന്നു. കൂടാതെ ഇതിൽ ഇരു താരങ്ങളുടെയും വിമർശകർ, അതായത് ഒറ്റ ഫോർമാറ്റിൽ കളിക്കുന്നു, ഇവർ വിരമിക്കണം എന്ന് പറയുന്നവർക്കുള്ള മറുപടികളായിരുന്നു കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഈ താരങ്ങൾക്കൊക്കെ നൽകിയത്. ഇതിൽ എടുത്തു പറയേണ്ടത് കോഹ്ലിയുടെ പ്രകടനമാണ്. കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ 2 സെഞ്ചുറികളും അതേപോലെ തന്നെ ഒരു അർദ്ധ സെഞ്ചുറിയുമാണ് കോഹ്ലി നേടിയത്. അതേപോലെ തന്നെ രോഹിത് ആകട്ടെ 2 അർദ്ധ സെഞ്ചുറി, അതേപോലെ തന്നെ ഒരു മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. കൂടാതെ നമ്മൾ ഇതിൽ എടുത്തു പറയുകയാണെങ്കിൽ ഏകദിന പരമ്പരയിൽ ഇന്ത്യയെ നയിച്ച KL രാഹുലിനും നേട്ടമുണ്ടായിട്ടുണ്ട്. 2 സ്ഥാനങ്ങൾ താരം മെച്ചപ്പെടുത്തി 12ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ ശുഭ്മാൻ ഗില്ലും ശ്രേയസ് അയ്യറും ആദ്യ 10ൽ എത്തിയിട്ടുണ്ട്. ബോളർമാരിലേക്ക് വരുവാണെങ്കിൽ കുൽദീപ് യാദവ് 3ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ലക്ഷ്മി. ശരി, ഖിലാഫ് അഹമ്മദാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.